കരിനീലിയമ്മേ ശരണം. നമസ്കാരം, ലാലൂർ ദേവസ്ഥാനത്താണ്. ഇന്ന് പറയാൻ വന്നിട്ടുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ ഭക്തി എന്ന് പറഞ്ഞാൽ കുറേ ദൈവത്തിനെ വിളിക്കുക. ഞാൻ അതിന് മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വരരുചിയുടെയും മറ്റേ അഗ്നിഹോത്രിയുടെ ഒക്കെ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. കുറേ കുഴികൾ കുത്തുന്നത്, കിണർ കുത്തി വെള്ളം കണ്ടില്ല എന്നുള്ളതിനൊക്കെ കുറിച്ച്. അതായത് കുറേ കുഴി കുത്തുന്നതിലല്ല, അതായത് ഒരുപാട് ഭഗവാന്മാരെ അങ്ങനെ കുറേ തൊഴുന്നതിലല്ല, തൊഴുന്നതിന് കുറേ രീതികളുണ്ട്. ലാലൂർ ദേവസ്ഥാനത്തിൻ്റെ പ്രത്യേകത തന്നെ അതാണ് ശരിക്ക്. അതായത് എങ്ങനെയാണ് സ്വാമീനെ പ്രീതിപ്പെടുത്തുക, എങ്ങനെയാണ് സ്വാമീനെ ജപിച്ച് സ്വാമിയിൽ നിന്ന് അനുഗ്രഹങ്ങൾ ചോദിച്ച് വാങ്ങിക്കുക എന്നുള്ളതിൻ്റെ ഷോർട്ട് കട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് അതിനുള്ള മാർഗങ്ങളാണ് ലാലൂർ ദേവസ്ഥാനം കൂടുതൽ നിർദ്ദേശിക്കുന്നത്. മനസ്സിലായ? അത് നിർദ്ദേശിച്ച് കൊടുത്തിട്ട് നമ്മളെ ലാലൂർ ദേവസ്ഥാനത്തേക്ക് വിളിക്കുന്ന ഭക്തർക്ക് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടക്കാനുള്ള സൗകര്യങ്ങൾ, അതിനുവേണ്ട അറിവ് നൽകുക ഒരു ഗുരുനാഥൻ്റെ സ്ഥാനത്ത് നിന്നിട്ട്. അതാണ് ഈ ലാലൂർ ദേവസ്ഥാനത്തിൻ്റെ പ്രത്യേകത തന്നെ. അപ്പോൾ ഇതെന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, പ്രാർത്ഥിച്ച വെറും പ്രാർത്ഥനയല്ല, പ്രാർത്ഥനകൾക്ക് കുറേ കാര്യങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി പ്രാർത്ഥിക്കണം. അതായത് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ മഹാഭാരതമൊക്കെ ഉണ്ട്, ഞാൻ മഹാഭാരതത്തെ ഉദാഹരണങ്ങളൊക്കെ പറയാറുണ്ട്. അതൊരു കഥയായിട്ട് കാണുന്നവർക്കാണ് അതിനെക്കുറിച്ച് വിമർശനങ്ങളും ഒരുപാട് കാര്യങ്ങളുള്ളത്. അതിൽ നമ്മളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കുറേ കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നീങ്ങുകയാണെങ്കിൽ, ഒരു 5 പേരാണ് പാണ്ഡവർ. 5 പേരുടെ കഥയും 100 പേരുടെ കഥ അപ്പുറത്തും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ 5 പേരുടെ കഥകൾ എടുക്കുമ്പോൾ തന്നെ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. പ്രാർത്ഥനയുടെ അവരെ ചെയ്തിട്ടുള്ള നല്ല സൽക്കർമ്മങ്ങളുടെയൊക്കെ ഒരു കഥ ഞാൻ പറഞ്ഞുതരാം. അതായത് അവസാനം എല്ലാം കഴിഞ്ഞു, യുദ്ധമൊക്കെ ജയിച്ചു, എല്ലാം കഴിഞ്ഞ് അവർ കാലങ്ങളോളം രാജ്യം ഭരിച്ചു. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ അവർക്ക് മോക്ഷം വേണം. അതായത് നമ്മൾ എന്തൊക്കെ ചെയ്തു ഇന്നലെ വരെ, ഞാൻ പറയാറുണ്ട്, ഞാൻ ഇന്നലെ വരെ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് തോന്നിയപ്പോഴാണ് ഞാൻ ഈ ഒരു ആത്മീയതയിലേക്ക് വന്നതെന്ന് ഞാൻ പറയാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ അത്രയ്ക്ക് ആയിട്ടില്ലല്ലോ, അവരെ പോലെ ആയിട്ടില്ല. അവർ മോക്ഷം തേടിയിട്ട് സ്വർഗത്തിലേക്കുള്ള യാത്ര 5 പേരും കൂടിയിട്ട് തുടർന്നു. 5 പേരുടെ ഒരു പട്ടിയുണ്ട്, പട്ടിയെ ഞാൻ കുറിച്ച് പറയുന്നില്ല. ഞാൻ ഈ 5 പേരുടെ കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഈ 5 പേര് ഈ ഒരു യാത്ര തുടർന്ന് കുറച്ച് സമയം കഴിയുമ്പോൾ, യാത്ര തുടർന്ന് സ്വർഗത്തിലേക്കുള്ള കവാടം എത്തുന്നതിനേക്കാളും മുൻപ് ആദ്യം വീഴുന്നത്, അതായത് യാത്രയാണല്ലോ, മോക്ഷം തേടിയിട്ടുള്ള യാത്രയാണ്. ആ യാത്രയിൽ വിശപ്പും ഇതൊന്നും സഹിക്കാൻ പറ്റാണ്ട് ദ്രൗപദി വീണു. അപ്പോൾ ആ ദ്രൗപദി എന്താണ് വീണേന്ന് ഭീമസേനൻ ചോദിക്കും. അവൾ സത്യവതിയും എല്ലാം കാര്യങ്ങളായിട്ട്. അപ്പോൾ അത് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ദ്രൗപദിക്ക് ഒരു സംഭവം ഉണ്ടായിരുന്നു. എല്ലാം ശരിയാണ്, അവൾ സത്യവതിയാണ്, അവൾ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അവൾ കൃഷ്ണൻ്റെ ആരാധിയാണ്, ഇതൊക്കെ ശരി തന്നെ. അവൾ പക്ഷഭേദം കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, പക്ഷഭേദം. അതായത് 5 ഭർത്താക്കന്മാരെ ഒരാളോടാണ് ആൾക്ക് ഇത്തിരി സ്നേഹം ഉണ്ടായിരുന്നത്, അർജുനനോട്. അത് അതായത് നമ്മൾ എന്തൊക്കെ ചെയ്താലും ആ ഒരു വേറൂറ് കാണിച്ചു. നമ്മുടെ വീട്ടിൽ തന്നെ 10 ആളുണ്ട്, 10 ആളിൽ ഒരാളോട് മാത്രം സ്നേഹം കാണിച്ചു എന്നുള്ള ഒരു തെറ്റാണ് ദ്രൗപദി ചെയ്തതെന്ന് യുധിഷ്ഠിരൻ പറയുന്നുണ്ട് അതിൽ. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ കഴിഞ്ഞ് പോകുമ്പോൾ നമ്മൾ സഹദേവൻ വീഴുമ്പോഴും ഇതുപോലെ തന്നെ ഭീമൻ ചോദിക്കും, സഹദേവന് നല്ലൊരു ഇതൊക്കെ ആയിരുന്നല്ലോ, ബുദ്ധിപരമായിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ, അപ്പോൾ യുധിഷ്ഠിരൻ പറയും, അത് സ്വർഗത്തിലേക്ക് എത്താതിരിക്കാനായിട്ടുള്ളൊരു കാരണം ഞാൻ കാണുന്നത് അവൻ ബുദ്ധി. ഞാനും പറയാറുണ്ട്, എന്നെ പോലെ ഒരാളില്ല, ഞാൻ സകലകല വല്ലഭനാണെന്നൊക്കെ പറഞ്ഞ് വീട്ടിലൊക്കെ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ചെയ്തുകൂടെ, അങ്ങനെ ചെയ്തുകൂടെ എൻ്റെ എന്നൊക്കെ പറഞ്ഞ് നമ്മളും പറയാറുണ്ട്. ബുദ്ധിയിൽ അവനെ വെല്ലാൻ ആളില്ല എന്നുള്ളൊരു തോന്നൽ, ബുദ്ധിപരമായിട്ടുള്ള അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ആൾക്ക് വീഴ്ച പറ്റിയത്. അത് കഴിഞ്ഞ് കുറച്ചുകൂടി നേരം കഴിയുമ്പോൾ നകുലൻ വീഴും. നകുലന് അപ്പോഴും ഭീമൻ ചോദിക്കും, എന്താണ് നകുലന് പറ്റിയത്, സ്വർഗം കിട്ടാതിരുന്നതിൻ്റെ കാരണം എന്താണ്? അപ്പോൾ പറഞ്ഞത്, അവൻ വലിയ അഹങ്കാരിയായിരുന്നു. എങ്ങനെ? സൗന്ദര്യത്തിൽ അവനെ വെല്ലാനായിട്ട് ലോകത്തിൽ ആരും ഇല്ല, അതായത് സുന്ദരനായിരുന്നു, എന്നെക്കാളും സൗന്ദര്യമുള്ള ഒരാളില്ല എന്നൊക്കെ അഹങ്കരിച്ചിട്ടാണ് അവൻ എല്ലാവരോടും പെരുമാറിയിരുന്നത്. അതാണ് ആലോചിച്ച് നോക്കണം കേട്ടോ, ഒരു സൗന്ദര്യത്തിനെ കുറിച്ച് അഹങ്കരിച്ചു. എനിക്ക് ഏറ്റവും കൂടുതൽ സൗന്ദര്യം ഉണ്ട്, ഞാൻ അവനേക്കാളും ഇത്തിരി സുന്ദരനാണെന്ന് തോന്നിയതിൻ്റെ പേരിൽ സ്വർഗം കിട്ടിയില്ലാന്ന്. സ്വർഗം കിട്ടാതിരിക്കാനുള്ള ഓരോ കാരണങ്ങൾ നോക്കണം. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ചുകൂടി നേരം കഴിയുമ്പോൾ വില്ലാളി വീരനായ അർജുനനാണ് പിന്നെ വീഴുക, സ്വർഗത്തിലേക്ക് എത്താനുള്ള യോഗം ഉണ്ടായില്ല. അപ്പോൾ ഭീമൻ വീണ്ടും ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അവനായിരുന്നു ലോകത്തിലെ യോദ്ധാവ്, അവൻ യുദ്ധം ചെയ്ത് എല്ലാവരും ജയിച്ചിട്ടുണ്ട്, എല്ലാവരും. അവനേക്കാളും വലിയൊരു യോദ്ധാവില്ല, എന്നെക്കാളും വലിയൊരു ആളില്ല എന്നുള്ളൊരു തോന്നൽ അവനുണ്ടായിരുന്നു. ആ തോന്നലാണ്
സ്വർഗം ലഭിക്കാതിരുന്നതെന്ന് പറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ അവസാനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഭീമനും സ്വർഗത്തിലേക്ക് എത്താൻ പറ്റില്ല, ഭീമനും വീഴും. ഭീമന് ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു? ഭയങ്കര വിശപ്പായിരുന്നു, കിട്ടുന്നത് മുഴുവൻ തിന്നണം. മനസ്സിലായോ? കിട്ടുന്നത് മുഴുവൻ തിന്നണം. അതുപോലെ തന്നെ എന്നേക്കാൾ ശക്തിയുള്ള ഒരാൾ ലോകത്തില്ല എന്നുള്ള ഒരു അഹന്ത ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആൾക്കും സ്വർഗം കിട്ടാതിരുന്നതെന്ന് യുധിഷ്ഠിരൻ മനസ്സിലാക്കുകയാണ്. പിന്നെ പട്ടിയും യുധിഷ്ഠിരൻ മാത്രമല്ല, യുധിഷ്ഠിരന് സ്വർഗ കവാടത്ത് ഇന്ദ്രൻ അങ്ങനെയൊക്കെയാണ് പോണത്. അപ്പം ഞാൻ അതിലേക്കൊന്നും ഞാൻ വരുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് ഈ 5 പേരുണ്ട് പാണ്ഡവരിൽ. ഈ 5 പേരിലത്തെ ഓരോ അംശങ്ങളും നമ്മുടെ ഉള്ളിലുണ്ട്. ഈ 5 കാര്യങ്ങളും നമ്മളിലുണ്ട്. ഈ 5 കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് ഇതാക്കണമെങ്കിലോ നമുക്ക് ആ സ്വർഗത്തിലേക്കുള്ള കവാടം, അതായത് ദൈവത്തിലേക്കുള്ള വഴി, ഈ ഒരു മാർഗ്ഗമാണ് ലാലൂർ ദേവസ്ഥാനത്ത് നിന്ന് ഞാൻ പറഞ്ഞു കൊടുക്കണം. നമുക്ക് എന്താണ് ഇതിൽ ചെയ്യാൻ പറ്റുക? നമ്മൾ എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും, തെറ്റുകൾക്കൊന്നും അവിടെ വിഷയമല്ല. ആ തെറ്റുകളിൽ നിന്ന് മാറി പ്രായശ്ചിത്തം ചെയ്ത് ദൈവത്തിലേക്ക് അടുക്കാനുള്ള മാർഗം. ഞാൻ ഈ ഒരു ആത്മീയത എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇരിക്കുമ്പോൾ എന്നെ അറിയാവുന്ന പലരും മൂക്കത്ത് വരൽ വെച്ചിട്ട് നീയാ, ചിലർക്ക് നീ എന്ന് വിളിക്കാനുള്ള ഭയം കൊണ്ട് സാമ്യ ആയ ഇതെങ്ങനെ. അപ്പം ഞാൻ അവരോട് പറയുന്ന ഒരു വാക്കുണ്ട്, കാട്ടാളനും കൊലയാളിക്കും കൊള്ളക്കാരനാണ് ഏറ്റവും പെട്ടെന്ന് ദൈവത്തിലേക്ക് എടുക്കാൻ പറ്റുക. അവർക്കാണ് അവർ ചെയ്ത തെറ്റിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുക. മറ്റുള്ളവർക്ക് തെറ്റ് മനസ്സിലാകുന്നില്ലല്ലോ. എല്ലാവരും ഞാൻ ചെയ്യുന്നത് ശരിയാണെന്ന് വിചാരിച്ചിട്ടല്ലേ. ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഇന്നലെ വരെ. ശരിയാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തെല്ലാം കാട്ടിക്കൂട്ടി ഈ 53 വയസ്സിനുള്ളിൽ, 50 വയസ്സ് 53 വയസ്സിനുള്ളിൽ എന്തൊക്കെ കാണിച്ചു കൂട്ടി. കാശുണ്ടാക്കണം എന്നുള്ള ഒരു ഒറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ അച്ഛനമ്മയും കൂലിപ്പണിക്കാരെന്ന് പറഞ്ഞാൽ കോൺട്രാക്ട് വർക്ക്, വീടുകളിലെ കോൺട്രാക്ട് വർക്ക് എടുത്തിട്ട് പണി തരുന്നതാണ് എൻ്റെ അച്ഛൻ. അച്ഛൻ്റെ കൂടെ തന്നെ അമ്മയും പോയിരുന്നു. പിന്നെ കുറേ കാലം ഇപ്പം പിന്നെ അമ്മ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു ലൈഫിൽ കൂടിയാണ് ഞാൻ പോയത്. അതുപോലെ തന്നെ ഞാനും എഞ്ചിനീയറായിട്ട് തന്നെയാണ്, ബിൽഡിങ്ങുകളുടെ വർക്കുകൾ തന്നെയാണ്. എഞ്ചിനീയർ എന്ന് പറയാൻ പറ്റില്ല. അതായത് ഞാൻ ആ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ നിന്നില്ല. എല്ലാം അറിയാവുന്ന ഈ അർജുനനെ പോലെയൊക്കെ എനിക്ക് എല്ലാം അറിയാം എന്നുള്ളൊരു ചിന്ത വന്നപ്പോൾ എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എഞ്ചിൻ ലൈസൻസിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. എനിക്ക് വീട് പണി അറിയാം, ഞാൻ A to Z പ്ലാൻ വരയ്ക്കും. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും. ഒരു കാര്യം അറിയാത്തതില്ല. പ്ലാസ്റ്ററിങ് വരെ ചെയ്യും. അത് ചെയ്ത് പെർഫെക്റ്റ് ആക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ ക്ഷമ കിട്ടില്ല. അതുകൊണ്ട് മാത്രം ബാക്കി എന്ത് പണി പറഞ്ഞാൽ അതെനിക്ക് ചെയ്യാനുള്ള കഴിവുണ്ട്. മാല കെട്ടണോ എന്തും. അപ്പം എനിക്കൊരു അഹന്തി ഉണ്ടായിരുന്നു, ഞാനാണ് എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചിന്തയിൽ ഉണ്ടായിരുന്നതാണ് എനിക്ക് കാശുണ്ടാക്കണം. അതായത് ഞാൻ പറയാറുണ്ട് എല്ലാവരോടും, ഞാൻ വളർന്നു വന്നത് അയ്യന്തോൾ കലക്ട്രേറ്റിൻ്റെ മുൻവശത്തുള്ള തെരുവുകളിലാണ് ഞാൻ ജനിച്ചു വളർന്ന് വന്നത്. എൻ്റെ പിന്നിലുള്ളവർ മുഴുവൻ, മുന്നിലല്ല പിന്നിലുള്ളവർ മുഴുവൻ കളക്ടറുടെ മക്കൾ, ജഡ്ജിമാരുടെ മക്കൾ, വക്കീലുമാരുടെ മക്കൾ, ഡോക്ടർമാരുടെ മക്കൾ, എഞ്ചിനീയർമാരുടെ മക്കൾ, അങ്ങനത്തെ ഒരു ഗവൺമെൻറ് ഓഫീഷ്യലുകളുടെ മക്കളുടെ ഇടയിൽ നിന്നിട്ടാണ് ഞാൻ വളർന്നത്. അപ്പോൾ എനിക്ക് അവരെ പോലെ ആവണം എന്നുള്ള ത്വര, കാശുണ്ടാക്കണം എന്നുള്ള ആ ത്വരയിൽ ഞാൻ എന്തൊക്കെ കാണിച്ചു കൂട്ടി. പിന്നെയാണ് എനിക്ക് മനസ്സിലായി ഈ കാശ് കാണിച്ചു കൂട്ടിയോണ്ട് ഒന്നും ഒരു ഗുണമില്ല. അവർക്ക് അവരവരുടെ കുടുംബത്തെ സമാധാനം, സന്തോഷം, സൗഭാഗ്യം ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ എല്ലാം ഉപേക്ഷിച്ച് ഈ ആത്മീയതയിലേക്ക് വന്നത്. മനസ്സിലായ? അപ്പം എനിക്ക് ഇതാവാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവാൻ പറ്റും. എനിക്ക് ഈ നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കൈവരിക്കാൻ പറ്റും. അതിലൂടെയുള്ളൊരു മാർഗമാണ് ജപം. ജപത്തിലൂടെ നമ്മുടെ തെറ്റുകൾ കഴുകി കളയാൻ പറ്റും. അതായത് ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇനിയിപ്പോൾ ഞാൻ ജപിച്ചു ഈ ഒരു ദൈവത്തിലേക്ക് അടുത്തതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയോ? ഞാൻ ഈ പ്രായം വരെ ഒരാൾക്കും എന്നെ കണ്ണിന് ഇഷ്ടമില്ല കണ്ടുകൂടാ. ഒരാൾക്കും എന്നെ ഇഷ്ടമില്ല. അതായത് അവസാനം ഞാൻ പണി നിർത്തിയത് എൻ്റെ അയൽവക്കക്കാരൻ്റെ പണിയാണ്. അന്ന് എനിക്ക് എനിക്ക് വളരെയധികം കാശിന് ആവശ്യമുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറേയൊക്കെ കാശൊക്കെ അഡ്വാൻസ് വാങ്ങിച്ചിട്ടുണ്ടാവും. ഇനി പണിയിൽ വല്ല വീഴ്ചകൾ വന്നിട്ടുണ്ടോയെന്ന് അറിയില്ല. തെറ്റുകൾ തന്നെയാണല്ലോ ചെയ്തുകൊണ്ടിരുന്നത് മുഴുവൻ. അപ്പോൾ ആൾക്ക് പോലും എന്നെ കണ്ണിന് ഇഷ്ടമില്ല കണ്ടുകൂടാ. ലോകത്തൊരാൾക്കും എന്നെ കണ്ണിന് ഇഷ്ടമില്ല കണ്ടുകൂടാ. എൻ്റെ കുടുംബത്തുള്ളവർക്ക് പോലും, എൻ്റെ മക്കളോട് എന്തെങ്കിലും പറഞ്ഞാൽ അച്ഛൻ അത് അങ്ങനെയാണെന്നുള്ള ചിന്തകളായിരിക്കാം. മക്കൾക്ക് കണ്ടുകൂടാ, വീട്ടുകാർക്ക് കണ്ടുകൂടാ, അമ്മായിമ്മയ്ക്ക് കണ്ടുകൂടാ, അമ്മയ്ക്ക് കണ്ടുകൂടാന്ന് പറയാൻ പറ്റില്ല. അമ്മ മരണം വരെ നമുക്ക് വേണ്ടിയിട്ടല്ല ജീവിക്കുന്നത്. അപ്പം അമ്മയുടെ കാര്യം വിടുക, ബാക്കി ഒരാൾക്കും നമ്മളെ കണ്ടുകൂടാ. ആ സ്ഥാനത്ത് നിന്ന് ഈ ജപം എന്ന് പറയുന്ന ഒരു കാര്യം എന്നെ എത്തിച്ചത് എവിടെയാണെന്നറിയൂ? ലോകത്തിൽ ഇന്ന് എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് വ്യക്തികളിലേക്ക് എത്തിക്കാനായിട്ട് സ്വാമിക്ക് സാധിച്ചു. അതായത് ജപത്തിലൂടെ
എന്തിനാണ് സമ്പത്ത്, എന്തിനാണ് നമുക്ക് സൗഭാഗ്യം? നമ്മുടെ സൗഭാഗ്യം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടല്ലേ. ഞാൻ പണ്ട് പറയുന്നൊരു ഡയലോഗ് ഉണ്ടായിരുന്നു, എല്ലാവരും ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ഓരോ കൃത്രിമങ്ങൾ ചെയ്യണം. ഞാൻ ഒരാളെങ്കിലും ഇഷ്ടപ്പെടാതിരിക്കണ്ടേ, എല്ലാവരും വെറുപ്പ് സമ്പാദിക്കാനായിട്ട് ഞാൻ ജീവിക്കണമെന്ന് പറഞ്ഞിരുന്നു. അതിൽ നിന്നാണ് ഈ ഒരു ഇതിലേക്ക് വന്നത്. ഞാൻ പോലും അറിയാണ്ട് ഞാൻ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായി മാറി. അതായത് എൻ്റെ ഉള്ളിലത്തെ നെഗറ്റീവ്സൊക്കെ പോയി, പിശാചൊക്കെ പോയിപ്പോൾ എൻ്റെ പ്രവർത്തികളും എൻ്റെ ചിന്തകളും എൻ്റെ സംസാരങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ഉപഗുണമായി. ആ ഗുണം എന്തായി? എന്നോട് ഇഷ്ടമായി മാറി. ലോകത്തിൽ ലോകം മുഴുവൻ വെറുത്തിരുന്ന ഒരാളെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഇതിനേക്കാളും വലിയ സമ്പത്തും സൗഭാഗ്യം എന്താ ഉള്ളത്? അപ്പം അതിലേക്ക് എത്താനാണ് ഞാൻ പറയുന്നത്. ഈ മഹാഭാരതം വായിക്കുക. മഹാഭാരതം വായിച്ചിട്ട് അത് നമ്മളാണെന്ന് കരുതുക, നമ്മുടെ കുടുംബമാണെന്ന് കരുതുക. ഇനി പാണ്ഡവരുടെ കുടുംബത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ നമ്മൾ 100 പേരുടെ ഹിസ്റ്ററി, 100 പേരുടെ സ്വഭാവമാണ് അപ്പുറത്ത് കൗരവരെ കാണിച്ചു തരുന്നത് നമുക്ക്. മനസ്സിലായി? 100 സ്വഭാവങ്ങൾ, അത് നോക്കിയിട്ട് അവരുടെ സ്വഭാവം അതുകൊണ്ടാണ് അവന് ഇന്നതുണ്ടായേ എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ മാറുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് സമ്പത്ത് സ്വാഭാവികം. ഇതൊക്കെ വരുമ്പോൾ സമ്പത്ത് വരും ഓട്ടോമാറ്റിക്കായിട്ട്. കണ്ടിട്ടില്ലേ ചില ക്ഷേത്രങ്ങളൊക്കെ? ഞാൻ സമ്പത്ത് ആഗ്രഹിക്കുന്നില്ല, ദക്ഷിണയൊന്നും വാങ്ങിക്കുന്നതിൻ്റെ പേരിലാണ് ഞാൻ ഇത്രയും പ്രാരാബ്ധമായിട്ടൊക്കെ നിൽക്കുന്നത്. മറ്റുള്ള ക്ഷേത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ? കോടികളുടെയും കൊട്ടാരം പോലെയുള്ള ക്ഷേത്രങ്ങൾ. അതെന്തുകൊണ്ടാണ്? അതായത് സ്വാമീനെ ഭജിച്ച് ജപിക്കും കാര്യങ്ങളൊക്കെ ആയ സമ്പത്ത്, സർവൈശ്വര്യം, പറയാൻ പറ്റില്ല. അതൊരു വേറൊരു ലോകമാണ്. ഇതിലേക്ക് വന്നാൽ മാത്രമാണ് അതിലേക്ക് അറിയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് വെറുതെ വന്നിട്ടൊരു ചോപ്പും കൊണ്ട് ഒരു മാല ഇട്ടുണ്ടെന്നല്ല. ജപത്തിലൂടെയാണ് വിഷ്ണു മഹേശ്വരന്മാരെ പ്രത്യക്ഷപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളത് ഞാൻ ഒരുപാട് പേരോടും ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാവരും മനസ്സിലാക്കുകയാണെങ്കിൽ എൻ്റെ ചാനലുകൾ ആരും കാണാറുന്നില്ല, അധികമൊന്നും ആൾക്കാരൊന്നും കാണാറുന്നില്ല. അതുപോലെ തന്നെ കുറച്ച് പേര് ഇഷ്ടപ്പെടുന്ന കുറച്ച് പേര് കാണുന്നുണ്ട്. അതുപോലെ എൻ്റെ ഉപദേശങ്ങൾ ആരും സ്വീകരിക്കാറില്ല. എന്നേക്കാളും മുൻപ് മഹാഭാരതത്തിൽ ഉപദേശങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് സ്വീകരിച്ച അവരൊക്കെ രക്ഷപ്പെട്ടാണ്. പിന്നെയാണ് എൻ്റെ ഈ വർത്തമാനം കേട്ടിട്ട് ഉപദേശം കേട്ടവർ രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് അനുഭവങ്ങളുണ്ട്. അപ്പോൾ നല്ലത് മനസ്സിലാക്കുക, നല്ലത് ചെയ്യുക. ലാലൂർ ദേവസ്ഥാന മൂർത്തികളുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. ലാലൂർ ദേവസ്ഥാനമേ അഭയം, കരിനീലിയമ്മേ ശരണം, കരിങ്കുട്ടി സ്വാമി ശരണം, വിഷ്ണുമായ സ്വാമി ശരണം. ലാലൂർ ദേവസ്ഥാനമേ അഭയം.